ഷുഗറിൻ്റെ പ്രൈസ് 22.5% കൂടി. പക്ഷേ അതിലേക്ക് എക്സ്പെൻഡിച്ചർ സെയിം തന്നെയാണ് വെക്കുന്നത്. സോ ഇത്രേ ഉള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് ഒരു സാധനത്തിൻ്റെ എത്ര കൂടുന്നു അത്രയും തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചർ നമ്മൾ കൂട്ടിക്കൊണ്ട് പോയില്ല എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നേരത്തെ വാങ്ങിച്ച അത്രയും സാധനം നമുക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റത്തില്ല, കുറയും. ഉറപ്പായിട്ടും നേരത്തെ എത്ര വാങ്ങിച്ചിട്ടുണ്ടോ അതിനേക്കാൾ കുറവേ നമുക്കിപ്പോൾ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്തോ ഇതെന്ന് വെച്ചാൽ നേരത്തെ പൈസ അതുപോലെ കൊണ്ടുപോവാണ്. ഇത് ഇവിടെ വില കൂടിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവളും വിലയിൽ അതിനുള്ള എക്സ്പെൻഡിച്ചർ അവൾ 22.5% കൂട്ടിക്കൊണ്ടുപോയാലേ കൺസപ്ഷൻ പഴയ കണക്ക് തന്നെ, പഴയ കൺസപ്ഷൻ തന്നെ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ എന്താ മുമ്പത്തെ എക്സ്പെൻഡിച്ചർ മുമ്പ് കയ്യിൽ എത്ര ചിലവാകുന്നു അതേ പൈസയുമായിട്ടാണ് വീണ്ടും കടയിലോട്ട് പോകുന്നത്. ഇപ്പം പ്രൈസ് കൂടി കിടക്കുകയാണ്. ഇപ്പം പ്രൈസിൻ്റെ ഇപ്പം 22.5 ഞാൻ എഴുതാം. 22.5 അല്ലെങ്കിൽ 45 എന്ന് പറയുന്ന ശതമാനം എന്താണ്? 45% എന്ന് വെച്ചാൽ 45/100. അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 9/20 ആണത്. ഓക്കെ, അത് ഇപ്പോൾ 22.5 എന്ന് വെച്ചാൽ ഈ 45ൻ്റെ പകുതി, അതായത് 9/20ൻ്റെ പകുതി. 9/20ൻ്റെ പകുതി ഇസ് ഈക്വൽ ടു 9/40. 5% 40 എങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9, ദാറ്റ് ഈസ് 22.5% ഓഫ് 40 എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, പ്രൈസുകളുടെ ഒരു റേഷ്യോ ഞാൻ എടുക്കുകയാണ്. മുമ്പത്തെ പ്രൈസ് P1 ഇപ്പോഴത്തെ പ്രൈസ് P2. മുമ്പത്തെ പ്രൈസ് എന്താണ്? മുമ്പത്തെ പ്രൈസ് ഞാനിപ്പോൾ ഒരു എടുക്കുകയാണ്. മുമ്പത്തെ പ്രൈസ് 40 എന്ന് എടുക്കുകയാണ്. മുമ്പത്തെ പ്രൈസ് 40 ആണെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് എന്താ? പഴയ പ്രൈസിൽ നിന്നും 22.5 കൂടിയത്. സോ 40ൻ്റെ 22.5 എന്ന് വെച്ചാൽ 9. സോ 40 + 9 ഇസ് ഈക്വൽ ടു 49 ഇപ്പോഴത്തെ പ്രൈസ്. ആ പ്രൈസിൻ്റെ റേഷ്യോ നമുക്ക് കിട്ടി. കൺസപ്ഷൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് കൺസപ്ഷൻ 1, കൺസപ്ഷൻ 2. നേരത്തെ കൺസപ്ഷൻ 1, കൺസപ്ഷൻ 2 നമുക്കറിയാവോ? അറിയത്തില്ല. പക്ഷെ ഉറപ്പായിട്ടും ഈ റേഷ്യോയുടെ തിരിച്ച് വരും. ഈ റേഷ്യോ അതായത് 49/40 എന്ന് വരും. ഈ റേഷ്യോ ഇത് ട്രിക്കാണ്. കാരണം വെച്ചാൽ കൺസപ്ഷൻ, കാരണം രണ്ട് കേസിലും എക്സ്പെൻഡിച്ചർ സെയിം ആണ്. സോ എക്സ്പെൻഡിച്ചർ സെയിം ആണ്. ഫസ്റ്റ് വണ്ണിൻ്റെ പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു സെക്കൻഡ് വണ്ണിൻ്റെ പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ. ഓക്കെ, അപ്പോൾ C1/C2 ചെയ്യാം. C1/C2 വിച്ച് ഇസ് ഈക്വൽ ടു ഇത് വരും P2/P1. ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം C1 എന്താണ് അതാണ് P2. ഓക്കെ, എന്താണ് C1 എന്താണ് അതാണ് P2. ഉണ്ടോ? C2 എന്താണ് അതാണ് P1. സോ അങ്ങനെ നമുക്ക് റേഷ്യോ തിരിഞ്ഞു വരും. സോ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് പെർസെൻറ്റേജ് മസ്റ്റ് യു റെഡ്യൂസ് കൺസപ്ഷൻ ഓഫ് ഷുഗർ എന്നാണ്. എത്രയാണ് അല്ലെങ്കിൽ ഷുഗറിലുണ്ടായ കൺസപ്ഷൻ്റെ കുറവ് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഫൈനൽ വാല്യൂ ബൈ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 100. ഇതും ചെയ്യാം. ബൈ 49/49 × 100 ചെയ്യാം. സോ ദൈവം നമുക്ക് -18.36 എന്ന് വരും.